മനീഷ് മഹിബാൽ വീണ്ടും ചേരുന്നുണ്ട്. മനീഷ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അത് ഒരു നടപടി, നിയമ നടപടി തന്നെയാണ്. അതൊരു വെറും സ്വാഭാവിക നടപടിയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഒരു പ്രസംഗമുണ്ടായി, അതിലെ ഒരു ചെറിയ പരാമർശം എന്നുള്ള രീതിയിൽ അതിനെ ലഘൂകരിക്കാൻ എത്ര ശ്രമിച്ചാലും അത് അത്ര ചെറിയ കാര്യമല്ല. ഗുരുതരമായ നിയമലംഘനം തന്നെ നടന്നിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇനി കളക്ടർക്ക് റിപ്പോർട്ട് ചെല്ലുമ്പോൾ അടുത്ത നടപടിയിലേക്ക് കടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മനീഷ് ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ പാർട്ടിയിൽ നിന്ന് ആരും തന്നെ ഇതിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് അതെന്തുകൊണ്ടാണ് എന്നുള്ള ഒരു സംശയം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രതിപക്ഷത്ത് നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നൊന്നും ആരും വിമർശനവുമായി രംഗത്ത് എത്തിയിട്ടുമില്ല. സ്മിത, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇപ്പോഴത്തെ ആലപ്പുഴ CPIയുടെ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് പഴയ CPIഎമ്മിൻ്റെ ആലപ്പുഴയിലെ നേതാവായിരുന്നു. അദ്ദേഹം CPIഎമ്മിൻ്റെ കാൻഡിഡേറ്റായി ലോക്സഭയിലടക്കം മത്സരിച്ച ആളാണ്. അങ്ങനെ മുൻ CPM നേതാവായിട്ടുള്ള TJ ആഞ്ചലോസിനെ CPIഎമ്മിൽ നിന്നും പുറത്താക്കിയതാണെന്നുള്ള വെളിപ്പെടുത്തൽ, അതായത് ഇപ്പോഴത്തെ CPIയുടെ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസിനെ പാർട്ടിയിൽ നിന്നും CPIഎമ്മിൽ നിന്നും പുറത്താക്കി, പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വമായി പുറത്താക്കിയതാണെന്നുള്ള ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ അദ്ദേഹം നേരത്തെ ഒരു CPIയുടെ പരിപാടിയിൽ വെച്ച് അദ്ദേഹം അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അങ്ങനെ നിരന്തരമായി പല വേദികളിലും അറിഞ്ഞും അറിയാതെയും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നത് അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് സംശയിക്കുന്നത് G. സുധാകരൻ ഇത്തരം വെളിപ്പെടുത്തൽ നടത്തുന്നത് മനഃപൂർവ്വമായിട്ടാണോ? പലതരത്തിൽ അദ്ദേഹം ഇപ്പോൾ നേതൃത്വത്തിൽ എവിടെയുമില്ല. ഇപ്പോൾ നിലവിൽ അദ്ദേഹം ഏരിയ സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബ്രാഞ്ച് അംഗം മാത്രമാണ്. അദ്ദേഹം നേതൃത്വത്തിൽ എവിടെയില്ല. പ്രായപരിധി മാനദണ്ഡത്തിലൊക്കെ തന്നെ പലരെയും പിന്നീട് ഉൾപ്പെടുത്തി, അതായത് പ്രായപരിധി മാനദണ്ഡം കഴിഞ്ഞും അത് മറികടന്ന പല നേതാക്കളും ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ അടക്കം ഉൾക്കൊള്ളുമ്പോഴും അദ്ദേഹത്തെ ഒഴിവാക്കിയ നടപടിയിൽ കടുത്ത പ്രതിഷേധം അദ്ദേഹത്തിനുണ്ട്. പലപ്പോഴും പാർട്ടി പരിപാടികളിൽ പോലും, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നടക്കുന്ന ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളിൽ പോലും ഒരു പ്രതിനിധിയായി പൊതുസമ്മേളനങ്ങളിൽ പോലും അദ്ദേഹത്തെ വിളിക്കാറില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ സംശയത്തോടെ നേതൃത്വം കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ സ്മിത സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ്, ഒരു പ്രാദേശിക നേതാവ് പോലും കടുത്ത ഭാഷയിൽ G. സുധാകരനെതിരെ സംസാരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. നേരത്തെ ഒക്കെ തന്നെ G. സുധാകരൻ CPM നേതൃത്വവുമായി അകൽച്ചയിലുണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ KC വേണുഗോപാൽ ഇവിടെ അദ്ദേഹത്തിന് വീട്ടിലെത്തി കണ്ടതൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ വിലയിരുത്തലോടുകൂടി തന്നെ വലിയ രീതിയിൽ ആഹ്വാനത്തോടെ തന്നെ ആൾക്കാർ കണ്ടിരുന്നു. എന്താണെങ്കിലും G. സുധാകരൻ ആദ്യം അനൗദ്യോഗികമായി മാധ്യമങ്ങളോട് പങ്കുവെച്ചത് താൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തെ മാധ്യമങ്ങളാണ് മറ്റ് വ്യാഖ്യാനങ്ങൾ നൽകി അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാക്കുന്നത്. തൻ്റെ പ്രസംഗം 1 മണിക്കൂറിലധികം നീണ്ട പ്രസംഗമാണ്. അത് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും എന്താണ് താൻ ഉദ്ദേശിച്ചതെന്ന്. സർവീസ് സംഘടനകളിലെ പ്രധാനപ്പെട്ട യൂണിയൻ അടക്കമുള്ള ആളുകളിലെ, പ്രത്യേകിച്ചും പാർട്ടി ഇടതുപക്ഷത്തിലേക്ക് വോട്ട് ലഭിക്കുമ്പോൾ എത്ര മണിക്കൂറുകൾ നീണ്ട പ്രസംഗമാണെങ്കിലും ഇനി എഡിറ്റ് ചെയ്തതാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ പോലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് അതിലുണ്ട്, ആ ദൃശ്യത്തിലുണ്ട് എന്നുള്ളതാണ്. തപാൽ വോട്ടുകൾ തിരുത്തി എന്നുള്ള കാര്യം അതിൽ പറയുന്നുമുണ്ട്. അപ്പോൾ പിന്നെ മാധ്യമപ്രവർത്തകരെ അങ്ങനെ അങ്ങ് കുറ്റപ്പെടുത്തി മാറി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇപ്പം എന്തായാലും അതിൽ നിയമ നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അമ്പലപ്പുഴ തഹസീൽദാർ അവിടെ എത്തി അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുത്തതിൻ്റെ അതിൽ നിന്നും വ്യക്തമാകുന്നത്.